എല്ലാവർക്കും നമസ്കാരം. ഏപ്രിൽ മാസം വരികയാണ്. എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടാകും, ഏപ്രിൽ മാസം എനിക്ക് എങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന്. ഗ്രഹങ്ങളുടെ ഗോചരമാറ്റം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത് എന്ന് അറിയാൻ ആഗ്രഹിക്കാത്ത ആരും തന്നെ ഉണ്ടാകില്ല. ആകാശഗംഗ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ ചിങ്ങൻ രാശിയിൽ വരുന്ന മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം വരുന്ന നക്ഷത്രക്കാരുടെ ഗ്രഹ ഗോചര ഫലത്തെപ്പറ്റിയാണ് ചിന്തിക്കുന്നത്. ഏപ്രിൽ മാസം നിങ്ങളുടെ തൊഴിൽ ജീവിതം എങ്ങനെയായിരിക്കും, അതുപോലെ സാമ്പത്തിക നിലവാരമൊക്കെ ഏതവസ്ഥയിലായിരിക്കും, കുട്ടികളുടെയൊക്കെ വിദ്യാഭ്യാസം എങ്ങനെയായിരിക്കും, ലവ് റിലേഷൻഷിപ്പൊക്കെ എങ്ങനെയായിരിക്കും, അതുപോലെ കുടുംബജീവിതമൊക്കെ ഏതൊക്കെ വഴിക്കായിരിക്കും തിരിയുന്നത്, അതുപോലെ ബിസിനസ്സുകാരുടെ ബിസിനസ് സ്ഥിതിയൊക്കെ എങ്ങനെയായിരിക്കും, അതുപോലെ ആരോഗ്യസ്ഥിതി എങ്ങനെയായിരിക്കും എന്നൊക്കെയാണ് ഈ വീഡിയോയിലൂടെ ചിന്തിക്കാൻ പോകുന്നത്. വീഡിയോയുടെ അവസാനം ജ്യോതിഷപ്രകാരമുള്ള പരിഹാര മാർഗങ്ങളും പറയുന്നതാണ്. അതിനാൽ വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക. ഈ ഫലം പറയുന്നത് ഏപ്രിലിലെ ഗ്രഹഗോചര ഫലമായി എൻ്റെ ജീവിതത്തിൽ ഇന്ന കാര്യങ്ങളൊക്കെ സംഭവിക്കാം എന്ന കാര്യത്തെപ്പറ്റി ഒരു മുൻകരുതൽ എടുക്കാൻ വേണ്ടി മാത്രമാണ്, അല്ലാതെ ആരെയും ഭയപ്പെടുത്താനോ മറ്റും അല്ല. അതുപോലെ ഈ ഫലങ്ങളൊക്കെ പൊതുവായി വരുന്ന ഫലങ്ങളാണ്, അല്ലാതെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജാതക വിവരണങ്ങൾ ഒന്നും അല്ല. ആദ്യമായി ചിങ്ങക്കൂറുകാർക്ക് ഏപ്രിൽ മാസത്തിൽ അവരുടെ തൊഴിൽ എങ്ങനെയായിരിക്കും എന്ന് നോക്കാം. 10ാം ഭാവാധിപൻ ശുക്രനാണ്. ശുക്രൻ ഉച്ചത്തിൽ 8ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. അതുതന്നെയല്ല, ഇത് ഗ്രഹണരാശിയും കൂടിയാണ്. ജോലിയിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല, എങ്കിലും ആകെ ഒരു കൺഫ്യൂഷൻ രാഹു ഉണ്ടാക്കുന്നതാണ്. അതുപോലെ കൂടെ ജോലി ചെയ്യുന്നവരോടും ബോസിനോടും ഒക്കെ ഉള്ള ഒരു നിലപാടിൽ ഒക്കെ ശ്രദ്ധ കൊടുക്കേണ്ടതാണ്. ലഗ്നാധിപനാണെങ്കിൽ 13ാം തീയതി വരെ ഗ്രഹണ അവസ്ഥ ആണ്. അതുപോലെ ഒരു വ്യക്തി എന്ന നിലയിൽ എന്ത് ചെയ്യണം, എന്ത് പറയണം എന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷനും ഉണ്ടാകാവുന്നതാണ്. അതുപോലെ സ്ഥാനചലനം ഉണ്ടാകാം, സ്ഥലം മാറ്റം ഉണ്ടാകാം, ട്രാൻസ്ഫറുകളൊക്കെ ദൂരദേശത്തേക്കൊക്കെ ആകാനും സാധ്യത കാണുന്നുണ്ട്. 13ാം തീയതിക്ക് ശേഷം ഗ്രഹണമൊക്കെ മാറുന്നതോടുകൂടി സൂര്യൻ മേടത്തിൽ ഉച്ചത്തിലേക്ക് മാറുകയാണ്. അപ്പോഴത്തേക്ക് കാര്യങ്ങൾക്കൊക്കെ ഒരു മാറ്റം ഉണ്ടാകുന്നതാണ്. പുതിയ തൊഴിലൊക്കെ അന്വേഷിക്കുന്നവർക്കും ഈ മാസത്തിൻ്റെ അവസാനമാണ് കൂടുതൽ ഗുണകരമായിട്ടുള്ളത്. അതുപോലെ വിദേശ ജോലിയൊക്കെ അന്വേഷിക്കുന്നവർക്ക് ഗുണകരം ഒക്കെ ആണെങ്കിലും ജോലി സംബന്ധമായി എന്തെങ്കിലും പേപ്പറുകളുടെയൊക്കെ കാര്യത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളതിനാൽ ആ കാര്യത്തിലൊക്കെ അല്പം ശ്രദ്ധ കൊടുക്കുന്നത് നല്ലതാണ്. ബിസിനസ് ചെയ്യുന്നവരും അല്പം ശ്രദ്ധിക്കേണ്ട സമയമാണ്. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സൊക്കെ ചെയ്യുന്നവർ പങ്കാളിയുമായുള്ള ഇടപാടുകളിലും അതുപോലെ സംസാരത്തിലും ഒക്കെ ശ്രദ്ധിക്കണം. 7ാം ഭാവത്തിൽ കുജശുക്രയോഗം മാറുന്ന 24ാം തീയതിക്കൊക്കെ ശേഷം ബിസിനസ്സിലൊക്കെ നല്ല പുരോഗതി ഉണ്ടാകുന്നതാണ്. ധനസ്ഥിതി നോക്കിയാൽ 2ാം ഭാവത്തിൽ കേതു നിൽക്കുന്നു. 2ാം ഭാവാധിപനും 11ാം ഭാവാധിപനുമായ ബുധൻ 9ാം തീയതിക്ക് ശേഷം വക്രത്തിൽ പോവുകയും ചെയ്യുന്നു. 13ാം തീയതി വരെ അത് ഗ്രഹണരാശിയുമാണ്. അതിനാൽ 13ാം തീയതി വരെ സാമ്പത്തികപരമായി അത്ര ഒരു അനുകൂല അവസ്ഥയായിരിക്കില്ല. 2ൽ കേതു സാമ്പത്തികപരമായ കാര്യങ്ങളിലൊക്കെ കൺഫ്യൂഷനൊക്കെ ഉണ്ടാകുന്നതാണ്. കടം കൊടുത്ത പണം തിരികെ ലഭിക്കുന്നതിന് കാലതാമസമൊക്കെ ഉണ്ടാകാം. അതുപോലെ തനിക്ക് അർഹതപ്പെട്ട് കിട്ടേണ്ട പണം പോലും കിട്ടുന്നതിനൊക്കെ കാലതാമസം ഒക്കെ നേരിട്ടേക്കാം. 13ാം തീയതിക്ക് ശേഷം കുറേ മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. എന്നാലും മാസാവസാനമാകുമ്പോഴേക്കും ചിലവുകളൊക്കെ വർദ്ധിക്കുന്നതും അത് ആ ചിലവുകൾ കുടുംബത്തിന് വേണ്ടിയുള്ള ചിലവുകളൊക്കെ ആകാം. അതുപോലെ എന്തെങ്കിലും നല്ല കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയുള്ള ചിലവുകൾ ഒക്കെ ആകാവുന്നതാണ്. എന്നാൽ സാമ്പത്തിക കാര്യത്തിൽ കാര്യമായ ശ്രദ്ധ കൊടുക്കേണ്ട മാസമാണ് ഏപ്രിൽ മാസം. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി വിദ്യാർത്ഥികളുടെയൊക്കെ കാര്യം നോക്കിയാൽ 5ാം ഭാവാധിപൻ 9ലാണ് നിൽക്കുന്നത്. 9ൽ നിന്ന് ത്രികോണഭാവമായ 5ലേക്ക് അത് ദൃഷ്ടിയും ചെയ്യുന്നുണ്ട്. ബുധനും വക്രഗതിയിൽ 9ൽ നിൽക്കുന്നു. ഉന്നത വിദ്യാഭ്യാസം, വിദേശ പഠനം ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഗ്രഹസ്ഥിതി വളരെ നല്ലതാണ്. 2ൽ കേതു നിൽക്കുന്നതിനാൽ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിലൊക്കെ കൺഫ്യൂഷനുകളൊക്കെ ഉണ്ടായേക്കാം. 5ാം ഭാവാധിപൻ്റെ കൂടെ സൂര്യൻ 13ാം തീയതിക്ക് ശേഷം ഉച്ചസ്ഥിതിയിലൊക്കെ വരുന്നത് സർക്കാർ സംബന്ധമായ എന്തെങ്കിലും പരീക്ഷകളൊക്കെ എഴുതുന്നവർ, അതുപോലെ PSC ടെസ്റ്റുകളൊക്കെ എഴുതുന്നവർ, ഇവർക്കൊക്കെ അത് കൂടുതൽ ഗുണകരമാകുന്നതാണ്. 13ാം തീയതിക്കൊക്കെ മുൻപ് പരീക്ഷ എഴുതുന്നവർക്ക്
ആകപ്പാടെ ഒരു കൺഫ്യൂഷൻ പരീക്ഷയിലൊക്കെ ഉണ്ടാകാൻ സാധ്യതയും ഉണ്ട്. ഇനി ലവ് ആൻഡ് റിലേഷൻഷിപ്പൊക്കെ നോക്കുകയാണെങ്കിൽ ഈ ലവ് റിലേഷൻഷിപ്പൊക്കെ ഉള്ളവർക്ക് അനുകൂലമായ സമയമാണ്. സ്നേഹിക്കുന്ന ആളോടൊക്കെ നല്ല രീതിയിലൊക്കെ സംസാരിക്കാനും സ്നേഹത്തിലൊക്കെ ആത്മാർത്ഥതയൊക്കെ പുലർത്താനും ഒക്കെ സാധിക്കുന്നതായിരിക്കും. എന്നാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുള്ളത്, വളരെയധികം ദേഷ്യമുണ്ടാകുന്ന സമയമാണ്. അത് ഒന്ന് കൺട്രോൾ ചെയ്യണം. കാരണം 7-ാം ഭാവത്തിലൊക്കെ അഗ്നിമാരുത യോഗമൊക്കെ ഉണ്ട്. അതുകൊണ്ട് ദേഷ്യമൊക്കെ വളരെയധികം കൺട്രോൾ ചെയ്യേണ്ട ഒരു സമയമാണ്. അതുപോലെ പുതിയതായിട്ടൊക്കെ വിവാഹം ആലോചന ഒക്കെ ആയിട്ട് വരുന്നവർക്ക് ആ വിവാഹ ആലോചനയിലൊക്കെ അല്പം ശ്രദ്ധ കൊടുക്കുന്നത് നല്ലതാണ്. കാര്യങ്ങളൊക്കെ നല്ലതുപോലെ തിരക്കിയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ കുടുംബജീവിതത്തിലോട്ടൊക്കെ വന്നാൽ 7-ാം ഭാവാധിപൻ 7-ൽ തന്നെ സ്ഥിതി ചെയ്യുന്നത് നല്ലതാണ്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ നല്ല ബന്ധത്തിൽ തന്നെയൊക്കെ പോകുന്നതാണ്. പക്ഷേ അതിൻ്റെ കൂടെ കുജൻ നിൽക്കുന്നതിനാൽ പങ്കാളിയൊക്കെ അല്പം അഗ്രസീവായി പെരുമാറുന്നതാണ്. അതുപോലെ പങ്കാളിയുടെ ചിന്തകളൊക്കെ വലിയ വലിയ ഉയരത്തിലേക്ക് പോകുന്നതും, ഞാൻ ജോലി മാറാൻ പോവുകയാണ്, ഞാൻ അത് ചെയ്യും, ഞാൻ ഇത് ചെയ്യും എന്നുള്ള സ്വപ്നങ്ങളൊക്കെ പങ്കാളിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ടാകും. അതുപോലെ പിന്നെ ചെറിയ ചെറിയ വഴക്കുകൾ, കാരണം കുജനും ശനിയൊക്കെ കൂടെ അഗ്നിമാരുത യോഗത്തിൽ നിൽക്കുകയാണ്. അപ്പം ചെറിയ ചെറിയ വഴക്കുകൾ, പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടാകാം. ഈ കുജൻ രാശി ഈ 24-ാം തീയതിക്ക് ശേഷം രാശി മാറുന്നുണ്ട്. അപ്പോൾ പിന്നെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറുന്നതാണ്. അതുപോലെ ദൂരദേശ യാത്രകളൊക്കെ ഉണ്ടാകുന്നതാണ്. അതുപോലെ വേണ്ടപ്പെട്ടവരെന്ന് കരുതുന്ന ചിലരൊക്കെ എതിർപ്പുകളും ഒക്കെ ആയിട്ട് വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളൊക്കെ നോക്കിയാൽ ലഗ്നാധിപനാണെങ്കിൽ ഗ്രഹണത്തിലാണ് 13-ാം തീയതി വരെ. അതുകൊണ്ട് തലവേദന, കണ്ണ് സംബന്ധമായ അസുഖങ്ങൾ, തല സംബന്ധമായ എന്തെങ്കിലും അസുഖങ്ങൾ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ആകപ്പാടെ ഒരു ഉന്മേഷ കുറവൊക്കെ അനുഭവപ്പെടുന്നതാണ്. തളർച്ച ഒക്കെ ഉണ്ടാകുന്നതാണ്. അതൊക്കെ 13-ാം തീയതി വരെയൊക്കെ ഉണ്ടാകുന്നതാണ്. 13-ാം തീയതിക്ക് ശേഷം ഈ കാര്യങ്ങളിലൊക്കെ മാറ്റം വരുന്നതാണ്. കാരണം സൂര്യൻ മേടത്തിൽ ഉച്ചത്തിലേക്ക് പോവുകയാണ്. അതുപോലെ അച്ഛൻ്റെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധിക്കേണ്ടതാണ്. പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിലും അല്പം ശ്രദ്ധ കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ രക്ത സംബന്ധമായ എന്തെങ്കിലും അരിഷ്ടതകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ദൈവാധീനത്തിനായി ശിവഭജനം നടത്തുന്നത് വളരെ നല്ലതാണ്. അതുപോലെ ഓം നമഃശിവായ മന്ത്രം കഴിയുന്ന തവണ ദിവസവും ജപിക്കുന്നത് വളരെ ഗുണം ചെയ്യും. അതുപോലെ ശിവക്ഷേത്ര ദർശനം നടത്തി ശിവന് ധാര വഴിപാട് കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ ദേവീ ക്ഷേത്ര ദർശനം നടത്തി കഴിയുന്ന വഴിപാടുകളൊക്കെ ചെയ്യുക. ശാസ്താപ്രീതിക്ക് ശനിയാഴ്ചകളിൽ നീരാഞ്ജനം വഴിപാടൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. നിങ്ങൾക്ക് എല്ലാവിധ ഈശ്വരാധീനവും ഭാഗ്യവും ഏപ്രിൽ മാസത്തിൽ നിങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.